ഹലോ, അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് സിനിമ കളക്ഷൻ ആയിട്ടാണ്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യത്തെ കളക്ഷൻ നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിക്കൊടുത്ത വമ്പൻ മലയാള സിനിമയാണ് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും സിനിമയുടെ 40 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് നമുക്ക് പരിശോധിക്കാം. 40 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 118.60 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴും സിനിമ പല തിയേറ്ററുകളിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ദിലീപേട്ടൻ സിനിമയാണ് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപേട്ടന്റെ ഒരു സിനിമ വീണ്ടും നമ്മുടെ ബോക്സ് ഓഫീസിൽ വലിയൊരു സൂപ്പർ ഹിറ്റായി മാറുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി 26 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 16.45 കോടിയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ മാത്രം കരസ്ഥമാക്കിയിരിക്കുന്നത്. 100% റിക്കവറി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് കളക്ഷന്റെ കാര്യത്തില്. മറ്റൊരു ദിലീപേട്ടൻ വിജയം തന്നെയാണ് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്ക് ഒരു മിക്സ് അഭിപ്രായങ്ങളാണെങ്കിൽ പോലും സിനിമയുടെ കളക്ഷൻ നമുക്ക് പരിശോധിക്കാം. 12 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 13.31 കോടിയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ രണ്ടാമത്തെ ആഴ്ചയിലോട്ട് സിനിമ കടന്നിരിക്കുകയാണ്. ഇപ്പോഴും സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് ലഭിക്കുന്നുണ്ട്. മറ്റൊരു ചിരിക്കുടുക്ക സിനിമ തന്നെയാണ് പടക്കളം എന്ന് പറഞ്ഞ സുരാജ് വെഞ്ഞാറമൂട് ഷറഫുദ്ദീൻ അഭിനയിച്ച ഒരു ഫാന്റസി സിനിമ. സിനിമേന്റെ കളക്ഷൻ നമുക്ക് പരിശോധിക്കാൻ. നമുക്ക് 27 ദിവസത്തെ പടക്കളം സിനിമേന്റെ കളക്ഷൻ. സിനിമയും ഒരു ക്ലീൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ 27 ദിവസം കൊണ്ട് സിനിമ 11.95 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ വരുന്ന ജൂൺ മാസം 10-ാം തീയതി ജിയോ സ്റ്റാർ വഴി പല ഭാഷകളിൽ സിനിമ ഡബ് ചെയ്ത് OTT റിലീസിൽ വരാൻ പോവുകയാണ്. എന്തായാലും സിനിമ 27 ദിവസം കൊണ്ട് 11.95 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഫൈനൽ റണ്ണിങ്ങിലാണ് നിലവില്. നമ്മുടെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും പുതിയൊരു സിനിമയായിരുന്നു നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമേന്റെ 12 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മാത്രം 12 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 4.8 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ. ആ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 4.8 കോടിയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ആഴ്ചയില്. അടുത്ത സിനിമയാണ് നമ്മുടെ ഇംഗ്ലീഷ് സിനിമയായ നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ 18 ദിവസം കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സ് ആയിട്ട് 3.60 കോടിയാണ് 18 ദിവസം കൊണ്ട് മിഷൻ ഇമ്പോസിബിൾ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. നല്ലൊരു വിജയം തന്നെ മാറുകയാണ് നമ്മുടെ മിഷൻ ഇമ്പോസിബിളിന്റെ ഏറ്റവും പുതിയ ഭാഗം. അത് മാത്രമല്ല മറ്റൊരു സിനിമയാണ് നമ്മുടെ മൂൺ വാക്ക് എന്ന് പറഞ്ഞ കൊച്ചു മലയാള സിനിമ. 5 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 64 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിൽ. മറ്റൊരു സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഇന്നാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ ബിസിനസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം 50 ലക്ഷത്തിനടുത്തായിട്ടാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ ആയിട്ട് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രമായിട്ട്. എന്തായാലും നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ. എന്തായാലും തഗ് ലൈഫിന്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഒരു വീഡിയോ ഭാഗത്ത്. സിനിമയുടെ ഓപ്പണിംഗ് ഡേ പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷൻ മാത്രം ഓൾമോസ്റ്റ് 8.30 കോടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഗ്രോസ് ആയിട്ട് 9.50 കോടി. പിന്നെ ഓവർസീസ് കളക്ഷൻ നമ്മുടെ ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 12.5 കോടിയാണ്. അങ്ങനെ വേൾഡ് വൈഡ് ആഗോള കളക്ഷൻ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനിൽ മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത് 21.55 കോടിയാണ്. എന്തായാലും നമ്മുടെ കമൽഹാസന്റെ മണിരത്നം സിനിമയുടെ നല്ല അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കാം. നമുക്ക് പടം കണ്ടവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സിനിമയുടെ അഭിപ്രായങ്ങൾ കൺവെർട്ട് ചെയ്യപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്ന് മാത്രം 2 മലയാള സിനിമകളുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മുടെ ചോട്ട മുംബൈ തന്നെയാണ്. നിലവിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ 5-ാം തീയതി മുതൽ. നിലവിൽ അത് മാത്രമല്ല രാവിലെ 10 മണിക്കായിരിക്കും FDS പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജൂൺ 6-ാം തീയതിയാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ റിലീസ് തീയതി അവർക്ക് മാറ്റി വെക്കാമായിരുന്നു. കാരണം ഈ ഒരു തഗ് ലൈഫിന്റെ കൂടെ റിലീസ് വെച്ചുകൊണ്ട് തന്നെ പല രീതിയിലും തിയേറ്റർ കൗണ്ട് കുറഞ്ഞിരിക്കുകയാണ് സിനിമയ്ക്ക്, സ്ക്രീൻ കൗണ്ട്. എന്തായാലും എന്നാൽ പോലും നല്ല രീതിയിൽ ഹോൾഡ് ലഭിക്കട്ടെ. മറ്റൊരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ. ജൂൺ 6-ാം തീയതിയാണ് ഈ ചിത്രവും റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര കുറ്റവാളി സിനിമേന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണി മുതലാണ് ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും ചിത്രത്തിനും നല്ലൊരു ബുക്കിംഗ് ആരംഭിക്കട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ബുക്കിംഗ് കളക്ഷൻ ലഭിക്കട്ടെ. എന്തായാലും 6-ാം തീയതിയാണ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചോട്ട മുംബൈയും അതുപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളിയും. നിലവിലെ ജൂൺ 5-ാം തീയതി നമ്മുടെ തഗ് ലൈഫ് റിലീസ് വന്നിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്. അതിന് വിഷയം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.